കാഷ്വാലിറ്റിയിലെ പുകയ്ക്ക് പിന്നാലെ രോഗികൾ മരിച്ചതിൽ ദുരൂഹത ഇപ്പോഴും തുടരുകയാണ്. 3 രോഗികളുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. അതേസമയം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റി സജ്ജമാക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കും. 37 ബാറ്ററികൾ കത്തി നശിച്ചെന്ന് ഇലക്ട്രിക്കൽ വിഭാഗം പറയുന്നു. മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. AK അഭിലാഷ് ചേരുന്നുണ്ട് തത്സമയം വിശദാംശങ്ങൾ നൽകാൻ. അഭിലാഷ്, പരിശോധനകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മരണം സംബന്ധിച്ച ഒരു ദുരൂഹത ഇപ്പോഴും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ നടപടികൾ ഉണ്ടായിരിക്കുന്നത്? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെയൊക്കെ വെളിപ്പെടാൻ പോകുന്ന കാര്യങ്ങൾ അത് എത്രത്തോളം പ്രസക്തമാണ് ഈ നിമിഷത്തിൽ, അഭിലാഷ്? തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെയാണ് ഇക്കാര്യം മരണകാരണം അറിയാൻ കഴിയുക. കാരണം രോഗി ഇപ്പോൾ മരിച്ചിരിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾ പറയുന്നത് ശ്വാസം മുട്ടിയാണ്, അതായത് പുക ഉയർന്നതിന് ശേഷം അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള മരണം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ഈ സംബന്ധിച്ചുള്ള പരാതി മെഡിക്കൽ കോളേജ് പോലീസിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ നൽകുകയും ചെയ്തു. ഇത് സംബന്ധിച്ചുള്ള 3 കേസുകളും മെഡിക്കൽ കോളേജ് പോലീസ് ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെയാണ് ഇവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു നീക്കം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും അക്കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ റിപ്പോർട്ട് പോലീസിന് കൈമാറുമെന്ന് നേരത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് 38ഓളം ബാറ്ററികളായിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്. അതിൽ 37ഉം കത്തി നശിക്കാനിടയായ ഒരു സാഹചര്യമുണ്ട്. നേരത്തെ 5 ബാറ്ററികൾ മാത്രമാണ് ഇത്തരത്തിൽ കത്തിയതെന്നുള്ള സൂചനകളായിരുന്നു വന്നത്. പക്ഷേ പിന്നീട് ഈ ബാറ്ററികൾ പുറത്തേക്ക് മാറ്റിയ സമയത്ത് 37 ബാറ്ററികളും പൂർണ്ണമായും കത്തി നശിച്ചതായുള്ള നമുക്ക് തന്നെ കാണാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള പുകയുണ്ടായി. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ തീപിടുത്തവും ഉണ്ടായി എന്നാണ് അറിയുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിൽ തീപിടിക്കുന്ന സമയത്ത് അതിൻ്റെ ഡോർ ഓട്ടോമാറ്റിക്കായി ക്ലോസ് ആയി അടഞ്ഞു എന്നുള്ള കാര്യം കൂടിയാണ് വിശദീകരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് തള്ളിത്തുറക്കുകയും പൊട്ടിച്ചുകൊണ്ട് ഉള്ളിൽ കടക്കുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിലൊക്കെയുള്ള സമഗ്രമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് പൂട്ടിയിട്ടിരുന്നു എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ പൂട്ടിയിട്ടിരുന്ന എമർജൻസി എക്സിറ്റ് ആ ഡോർ അടിച്ച് തകർത്താണ് രോഗികളെ പുറത്തേക്ക് എത്തിച്ചെന്നുള്ള കാര്യം അത്തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ഏതായാലും അതോടൊപ്പം തന്നെ അതിന് പുറത്തേക്ക് കോമ്പൗണ്ട് വാളിൽ ആ ഭാഗത്ത് ഗേറ്റ് ഉണ്ടായിരുന്നില്ല. അതോടുകൂടി തന്നെ അതിലെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപം കൂടി ഉയർന്നു. ഏതായാലും ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളാണ് ഇത്തരത്തിൽ ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇലക്ട്രിസിറ്റി വിഭാഗവുമായി ബന്ധപ്പെട്ട ചില പരാതികൾ ഉയർന്നിട്ടുണ്ടോ. അതോടൊപ്പം തന്നെ ഇന്നലെ 4 പ്രാവശ്യത്തോളം ഇത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ കൂടി ഉയർന്നിരുന്നു. ഇക്കാര്യത്തിലൊക്കെ സമഗ്രമായ അന്വേഷണം നടത്തണം. അത്തരത്തിലുള്ള അന്വേഷണത്തിലൂടെ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വിശദാംശങ്ങൾ കണ്ടെത്താൻ കഴിയൂ, അല്ലെങ്കിൽ അതിൻ്റെ തെളിവ് കണ്ടെത്താൻ കഴിയൂ എന്ന് ആരോഗ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പും ഫോറൻസിക് പരിശോധനയുമാണ് ഇപ്പോൾ അകത്ത് നടക്കുന്നത്. ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഈ ഇലക്ട്രിസിറ്റി വിഭാഗം കൂടി പരിശോധന നടത്തും. ആ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത്, UPS-ലേക്ക് എങ്ങനെ തീപിടിച്ചു, അതോടൊപ്പം തന്നെ ബാറ്ററിക്ക് എന്തെങ്കിലും തരത്തിലെ തകരാറുണ്ടായിരുന്നോ, സാങ്കേതിക തകരാർ മൂലമാണോ ഇത്തരത്തിൽ തീപിടിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനയും അതോടൊപ്പം തന്നെ അതിൻ്റെ തെളിവുകളും കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ MRI സ്കാനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലെ തകരാർ ഇപ്പോൾ കണ്ടെത്തിയിട്ടില്ല എന്നാണ്. കാരണം വെള്ളമടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ ഈ മെഷീനറിക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇത് സംബന്ധിച്ച് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനോടനുബന്ധിച്ച് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കാഷ്വാലിറ്റി സംവിധാനം പുനരാരംഭിക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസിന് സഹായം തേടിയിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള ഉപകരണങ്ങളും മരുന്നുകളും അവിടേക്ക് കൊണ്ടുപോകാനും അതിനുള്ള സഹായമാണ് പോലീസിൽ നിന്ന് തേടിയിരിക്കുന്നത്. അത്തരത്തിൽ പെട്ടെന്ന് തന്നെ മരുന്ന് അവിടേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ അത്യാവശ്യമായ ഉപകരണങ്ങൾ അവിടേക്ക് മാറ്റുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റി സംവിധാനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പഴയ ബ്ലോക്കിൽ തന്നെ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നോ നാളെയോ കാഷ്വാലിറ്റി സംവിധാനം മെഡിക്കൽ കോളേജിൽ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടി ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അഭിലാഷ് പറഞ്ഞതുപോലെ ആശുപത്രിയിലെ സംവിധാനങ്ങൾ എത്രയും പെട്ടെന്ന് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. മറ്റൊന്ന്, ഈ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അത് തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ട് അതിലൊരു വ്യക്തത വരുത്തണം. ഇപ്പോൾ അന്വേഷണത്തിലൂടെയും പോസ്റ്റ്മോർട്ടത്തിലൂടെയും ഒക്കെയാണ് അതിനുള്ള വ്യക്തത വരുത്താൻ കഴിയുക. അതിനുള്ള നീക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഘട്ടത്തിലും ഉയരുന്ന ചോദ്യങ്ങൾ പലതാണ്.